ഹലോ ഗായ്സ്, നമ്മളിന്ന് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് പണി ലീവാക്കിയിട്ട് ഞങ്ങളൊരു 3-4 പേര് കൂടി ഇവിടെ ഏലപ്പീടിയെ വന്നതാണ്. ഏലപ്പീടിയെ ഇവിടെ അടിപൊളി ഒരു വ്യൂ പോയിൻ്റാണ്. വെറുതെ രസം കൂടി വന്നത്. ഇത് പോകണ്ട, കോട മഞ്ഞ് മൂടി യോ വെറുതെ പേടിപ്പിക്കണോ ഇതേ. അയ്യോ അതേ പാമ്പൊക്കെ ഉണ്ട് ഗൈസ്. അടിപൊളി വ്യൂ പോയിൻ്റാണ് ഗൈസ്. നമ്മൾ പണിയെടുക്കുന്ന സൈറ്റിൻ്റെ ഫ്രണ്ട് വശമാണിത്. ഇതെപ്പോഴും മഴ സമയത്ത് ഇങ്ങനെ കോട മൂടിയിരിക്കും. അടിപൊളിയാണ്. കോട മുങ്ങിയിട്ട് നമ്മൾ വന്ന വഴി പോലും കാണാൻ പറ്റാണ്ട അവസ്ഥയായി. അമ്മാതിരി അവസ്ഥയായി. ആദ്യം നല്ല വ്യൂ ആയിട്ട് കണ്ടിരുന്ന സ്ഥലം ഒരു ചെറിയ കോട വന്നത് ഫുള്ള് കോടയായി. നമ്മളിപ്പോൾ ഫുള്ള് കോടയ്ക്കകത്താണ് നിൽക്കുന്നത്. എന്താ വ്യൂ എന്നറിയോ? ഇത് മാത്രമല്ല, ഇതിൻ്റെ മുകളിൽ വേറൊരു കുരിശിൻ്റെ അവിടെ ആയിട്ട് വലിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെയും പോകണമെന്നുണ്ട്, നോക്കട്ടെ. മഴയാണെങ്കിൽ പോകാൻ പറ്റില്ല. അവിടെയാണ് ഇതിലും വ്യൂ. പക്ഷേ ഈ കോട മുങ്ങിയിരിക്കുന്നതുകൊണ്ട് നമുക്കൊന്നും കാണാൻ സാധിക്കില്ല. നമ്മൾ വന്ന സ്ഥലം മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് നോക്കാം, പറ്റുമെങ്കിൽ പോവാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഏലപ്പീടിയയിലെ ഒരു പഴയ ബിൽഡിംഗ് ആണ്. നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണ്. അടിപൊളി വ്യൂ ആണെന്നാണ്. നമുക്ക് കയറി നോക്കാം. അടിപൊളി സെറ്റപ്പ് ആയിരിക്കും. വാ പൊളി, എന്നാ ലുക്കാ മോനെ. കോടയൊക്കെ നിറഞ്ഞ മല. ഒരു പഴയ ഒരു ഇത് കിടപ്പുണ്ട് അവിടെ. പിന്നെ ഇതിവിടെ ഏലപ്പിടിയിൽ ഇവിടെ വെച്ചാണ് ബേസിൽ ജോസഫിൻ്റെ പാൽത്തു ജാൻവർ എന്ന സിനിമ ഷൂട്ട് ചെയ്ത് ഇവിടെ വെച്ചായിരുന്നു ഇപ്പോൾ കുറേ ഷൂട്ടിങ്. നല്ല അടിപൊളി വ്യൂസ് ഉള്ള സ്ഥലമായിരുന്നു. അപ്പോൾ ആ സിനിമ കണ്ടവർക്കും മനസ്സിലാവാം ഇവിടെ എന്തൊക്കെയുണ്ടെന്നുള്ളത്. കൂട്ടുകാരെ, ഇതാണ് ഏലപ്പീടിയ. വയനാടൻ കുന്നുകളിൽ നിന്നും കൊണ്ടുവരുന്ന ഏലമില്ലേ, അത് വിൽക്കാൻ ഇവിടെ നിരവധി വ്യാപാര കേന്ദ്രങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പേര് ഇവിടെ ലഭിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത്. ഇതാണ് ഏലപ്പീടിയ വെള്ളച്ചാട്ടം. നമ്മുടെ ചരിത്രത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ നടത്തിയ യുദ്ധത്തിൽ സാക്ഷ്യം വഹിച്ച പ്രധാന സ്ഥലമാണ്. കണ്ണൂരിനും വയനാടിനും നടുക്ക്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം കൂട്ടുകാരെ. എല്ലാവർക്കും ലവ് യു ഓൾ, ബൈ.